ആളുകൾക്ക് ഇതൊന്നും അല്ലല്ലോ ഏറ്റവും നമ്മളിപ്പം കണ്ടില്ലേ കഞ്ചാവും ഡ്രഗ്സും അങ്ങനെയൊക്കെയുള്ള ആശാന്മാരെടുക്കുന്ന സിനിമകളും അങ്ങനെയുള്ളവർ അഭിനയിക്കുന്ന സിനിമകളും അതൊക്കെയാണല്ലോ ആൾക്കാർക്ക് താല്പര്യം. ഇല്ല, ഇതിനൊന്നും ആൾ കയറില്ല. ഞാൻ പറഞ്ഞു, നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ള സിനിമകൾ ആൾക്കാർ കാശ് മുടക്കി വന്ന് കാണണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഹത്തന ഉദയം തന്നെ ഹത്തനോദയ നല്ല സിനിമയാണ്. ഒരു ചെറിയ കുഞ്ഞു സിനിമ, കാന്താര സ്റ്റൈലിൽ ഉണ്ടാക്കിയ സിനിമ. അതിൻ്റെ കഥയും ഏകദേശം നമുക്ക് കാന്താര, ഒരു മിനി കാന്താര എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറയുമ്പോൾ ഒരു മേലാളന്മാരും അവർ ഈ അടിയാളന്മാരെ അടിച്ചമർത്തുന്നതും അപ്പോൾ അവരുടെ അതിൻ്റെ ഒരു തിരിച്ചുള്ള പ്രതികരണവും അതെല്ലാം ആണ് സിനിമയുടെ മെയിൻ ഇത്. പിന്നെ ഒരു വിശ്വാസവും ഭക്തിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഒരു നല്ലൊരു മൂവിയാണ്. പിന്നെ ഈ കാന്താര ഇറങ്ങിയതിന് ശേഷം കുറേ തെയ്യവും തിറയൊക്കെ ബന്ധപ്പെടുത്തി കുറേ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് എനിക്കൊന്നും ഇടയ്ക്ക് ഏതോ കണ്ടതാണ്. കാസർഗോഡുള്ള കുറേ നാടക പ്രവർത്തകർ അവരുടെ ഒരു കൂട്ടായ്മയാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അഭിനേതാക്കളെല്ലാം അതിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാം അവരാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കഥ, തിരക്ക്, സംഭാഷണം, സംവിധാനമൊക്കെ ഒരാളാണെന്ന് തോന്നുന്നു സംവിധാനമൊക്കെ ചെയ്തേക്കുന്നത്. നല്ല ഒരു നമുക്ക് ബോറിംഗ് അല്ലാത്ത രീതിയിൽ ഉള്ള കഥയും തിരക്കഥയും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സ് ആയാലും പിന്നെ ഇതിലെ ഒരു നമ്മുടെ അതിൽ ഋഷഭ് ഷെട്ടി ഒരു ആ കോലം കെട്ടുമ്പോൾ അയാൾക്കൊരു ഇതുള്ളുമ്പോൾ അയാൾ വേറൊരു ഇതായിട്ട് മാറുന്നില്ലേ, അതേപോലെ ഇതിലൊരു ആക്ടറുണ്ട്, പുള്ളി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, അതൊരു ചെറുപ്പക്കാരനാണ് എബിന അങ്ങനെ എന്തോ ഒരു പേരിലുള്ള പുള്ളിയാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വൈക്കം വിജയലക്ഷ്മിയും സിത്താരയൊക്കെ പാടിയ ആ സിനിമയുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിന് പറ്റിയ നല്ല പാട്ടുകളുണ്ട്. നല്ല പാട്ട്, ക്യാമറ ആയാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല എനിക്കിഷ്ടപ്പെട്ടു. ആൾ കുറവായിരുന്നു. ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഇതുപോലത്തെ സിനിമകളൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ആൾ കുറവായിരുന്നു. ഹത്തന ഉദയം 10-ാം ഉദയം, നമ്മളെ ഇപ്പം 10-ാം ഉദയം ആവാറായി. മേടപ്പത്ത് നമ്മുടെ കൃഷിയൊക്കെ ആരംഭിക്കുന്ന അത് തന്നെയാണ്. ഈ കൃഷിക്കാരുടെ ഇതും അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വരുമാനം അത്രയും മേലാളർക്കും. പണ്ടത്തെ ആ ഒരു കഷ്ടം അതിപ്പോഴും ഉണ്ട്. നമ്മളെ പണ്ടല്ല, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അവർ പാടത്ത് അവർ കഷ്ടപ്പെടും, എന്നിട്ട് അവരുടെ അതിൻ്റെ ഒരു കൂലിയും അല്ലെങ്കിൽ അതിൻ്റെ ഇതെല്ലാം മേലാളന്മാർക്ക് കൊണ്ടു കൊടുക്കുന്നതാണ്. ഹത്തന ഉദയം തന്നെ 10-ാം ഉദയം അതാണ്. എനിക്കൊന്നും തെലുങ്കിലെ എന്തോ വാക്കാണെന്ന്, അല്ല തെലുങ്കല്ല കന്നഡയിലെ വാക്കാണെന്ന്. ഹത്തന ഉദയ 10-ാം ഉദയം അതാണ്. മേടപ്പത്ത് അത് തന്നെ. അതെ, കാന്താരയ്ക്ക് പകരം കാന്താര മാത്രമേ ഉള്ളൂ. അതും ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുത്ത സിനിമയാണ്, വലിയൊരു ബ്രഹ്മാണ്ഡ കളക്ഷൻ നേടിയ സിനിമ. അതിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല. ആ പുള്ളിയുടെ അഭിനയത്തിന് പകരം വയ്ക്കാനും വേറൊന്നുമില്ല. പിന്നെ അതിൻ്റെ ചുവട് പിടിച്ച് കുറേ സിനിമകൾ മലയാളത്തിൽ തന്നെ ഞാൻ തന്നെ 3-4 കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ഇതാണെന്ന് തോന്നുന്നത്. നല്ല കാരണം ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അല്ല, അവരെല്ലാം പുതിയ നമ്മൾ വേറൊരു സിനിമകളിലോ ഒന്നും കണ്ടിട്ടുള്ളവരല്ല, പക്ഷേ അവർ നല്ല ഭംഗിയായിട്ട് ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്തെല്ലാം പുരുഷന്മാരായാലും എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. മലയാളികൾക്ക് ഇതൊന്നും അല്ലല്ലോ ഏറ്റവും നമ്മളിപ്പം കണ്ടില്ലേ കഞ്ചാവും ഡ്രഗ്സും അങ്ങനെയൊക്കെയുള്ള ആശാന്മാരെടുക്കുന്ന സിനിമകളും അങ്ങനെയുള്ളവർ അഭിനയിക്കുന്ന സിനിമകളും അതൊക്കെയാണല്ലോ ആൾക്കാർക്ക് താല്പര്യം. അതൊക്കെ ആളുകൾ പോയി കാണുമല്ലോ. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ അവർ എൻ്റർടൈൻമെൻറ്റ് ലക്ഷ്യമാക്കി പോകുന്നു, കാണുന്നു. പക്ഷേ ഇതിൽ കുറച്ച് കണ്ടവർക്കെല്ലാം വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു, ഒരു 10 താഴെ ആൾക്കാരെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ആരും മോശമൊന്നും പറഞ്ഞ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി. അപ്പം ഇല്ല, ഇതിനൊന്നും ആൾ കയറില്ല. ഞാൻ പറഞ്ഞു, നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്നവർ ഇത് പോയി കാണും. പിന്നെ നമുക്ക് അങ്ങനെയുള്ള സിനിമകൾ ആൾക്കാർ കാശ് മുടക്കി വന്ന് കാണണമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ താല്പര്യമുള്ളവർ വന്ന് കാണും. പക്ഷേ ഈ സിനിമ ഒരു മോശവും പറയാനില്ല, നല്ലൊരു മൂവിയാണ്.